നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. മേള തുടങ്ങുന്നത് ഇൻക്ലൂസീവ് വിഭാഗം അത്ലറ്റിക് മത്സരങ്ങളോടെ. ഗെയിംസ് മത്സരങ്ങളും ഇന്ന് തുടങ്ങും. 12 വേദികളിലാണ് മത്സരങ്ങൾ. PM ശ്രീയിൽ ചേരാനുള്ള വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനത്തിന് പിന്നാലെ ഇന്ന് നിർണായക മന്ത്രിസഭാ യോഗം. CPI മന്ത്രിമാർ എതിർപ്പ് അറിയിക്കും. ഇന്ന് ആരംഭിക്കുന്ന CPI സംസ്ഥാന യോഗങ്ങളിലും വിഷയം ചർച്ചയാകും. ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണ കുടിശ്ശികയിൽ നിലപാട് കടുപ്പിക്കാൻ വിതരണക്കാർ. സ്റ്റോക്ക് തിരിച്ചെടുക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തീരുമാനം. നിയമവഴികളടക്കം പരിശോധിക്കാൻ വിതരണക്കാരുടെ യോഗം തീരുമാനിച്ചു. കുടിശ്ശിക തീർക്കാൻ ആരോഗ്യവകുപ്പ് 250 കോടി രൂപ ധനവകുപ്പിനോട് അടിയന്തര സഹായം തേടിയിട്ടുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട മഹാസഖ്യത്തിലെ വിള്ളലിൽ പ്രതികരണവുമായി CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ. ഇന്ത്യ സഖ്യം പാഠം പഠിക്കാത്തതിന്റെ കാഴ്ചകളാണ് ബീഹാറിൽ കാണുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങൾ ഉണ്ടെന്നും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ആനി രാജ. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ടയിലും റെഡ് അലർട്ടുള്ള 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇടുക്കി ജില്ലയിൽ മുൻകരുതലുകളുടെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്ന കർശന നിയന്ത്രണങ്ങൾ. വൈകിട്ട് 7 മുതൽ മറ്റന്നാൾ രാവിലെ 6 വരെ മലയോര മേഖലയിലൂടെയുള്ള യാത്ര നിരോധിച്ചു. ഉരുൾപൊട്ടൽ സാധ്യത പരിഗണിച്ചാണ് നടപടി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ശബരിമലയിൽ. രാവിലെ 10:20 നിലയ്ക്കൽ ഹെലിപ്പാഡിലെത്തുന്ന രാഷ്ട്രപതിയെ റോഡ് മാർഗം പമ്പയിലെത്തിക്കും. പമ്പ ഗണപതി കോവിലിൽ കെട്ടിനിർത്തിയ ശേഷം പോലീസ് അകമ്പടിയുടെ പ്രത്യേക വാഹനത്തിൽ സന്നിധാനത്തേക്ക് യാത്ര തിരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ നിലയ്ക്കലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്രയ്ക്ക് പോകും. തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ലൂവർ മ്യൂസിയത്തിൽ നിന്ന് അമൂല്യ ആഭരണങ്ങൾ കവർന്ന കേസിൽ മോഷ്ടാക്കളെ പിടികൂടാതെ പോലീസ്. സംഭവം നടന്ന 3ാം ദിവസവും മോഷ്ടാക്കളെക്കുറിച്ച് ഒരു വിവരവും പുറത്തുവിടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷണത്തിന് പുറമെ അഡ്മിനിസ്ട്രേറ്റീവ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. US H-1B വിസ ഫീസിൽ വ്യക്തത. ബാധകമാകുക പുതിയ അപേക്ഷകർക്ക് മാത്രം. ആരൊക്കെയാണ് ഫീസ് അടയ്ക്കേണ്ടത്, പണമടയ്ക്കേണ്ട രീതി, ഇളവ് ലഭിക്കുന്നതിനുള്ള അപേക്ഷ നടപടികൾ എന്നിവയെ സംബന്ധിച്ചാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നത്. നിലവിൽ US സാധുതയുള്ള വിസയിൽ കഴിയുന്ന ആർക്കും ഈ വിസ ഫീസ് ബാധകമാകില്ല. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച ദക്ഷിണാഫ്രിക്ക 1ാം സ്ഥാനത്ത്. 40 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 9 വിക്കറ്റ് നഷ്ടത്തിൽ 312 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ സ്കോർ 7 വിക്കറ്റ് നഷ്ടത്തിൽ 83 റൺസിൽ നിൽക്കെ മഴ നിയമപ്രകാരം 150 റൺസിന് ദക്ഷിണാഫ്രിക്ക ജയിച്ചു. 61ാമത് സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തൃശൂരിന്. ഇടുക്കിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. മലപ്പുറത്തിന്റെ നന്ദുകൃഷ്ണയാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ. ന്യൂസ് ക്യാപ്സ്യൂൾ അവസാനിച്ചു. ഇനി ന്യൂസ് മോർണിംഗിൽ ജിൽസിയും സീഫുദ്ദീനും ചേരും.